നമസ്കാരം. നിങ്ങൾ ഈ ബസ് സ്റ്റോപ്പിലും റോഡിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് ചില പോസ്റ്റർ കണ്ടിട്ടില്ലേ? അതായത് പാർട്ട് ടൈം ജോലിക്ക് ആളെ ആവശ്യമുണ്ട്, 2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ജോലി ചെയ്താൽ 5000 രൂപ വരെ സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു പോസ്റ്റർ കാണുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ തോന്നുന്നത്? ഇപ്പോൾ ജോലി ഉള്ള ആളാണെങ്കിൽ പോലും പെട്ടെന്ന് ഇതിനോടൊരു അട്രാക്ഷൻ തോന്നും. കൊള്ളാലോ, 5000 രൂപ 4 മണിക്കൂർ കൊണ്ട് സമ്പാദിക്കാൻ പറ്റുമോ, എങ്കിൽ അടിപൊളിയാവുമല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതേസമയം ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിലോ സ്വാഭാവികമായിട്ടും അതിൽ വീഴും. ജോലി ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് ഒന്നിങ്ങനെ ആലോചിക്കും. അപ്പോൾ ജോലി ഇല്ലാത്ത ആളുടെ കാര്യം ഞാൻ പറയുക വേണ്ട. ഇത് ഒരു വിഭാഗം. ഇനി ഇതിൻ്റെ വേറൊരു വെർഷനുണ്ട്. വീട്ടിലിരുന്ന് എളുപ്പത്തിൽ വരുമാനം നേടാമെന്ന മോഹന വാഗ്ദാനമൊക്കെ നൽകി നിമിഷ നേരം കൊണ്ട് സാധാരണക്കാരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ കബളിപ്പിക്കുന്ന ചില ഓൺലൈൻ തട്ടിപ്പുകളും വ്യാപകമാവുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞത് ഒരേ കാര്യത്തിൻ്റെ 2 വേർഷൻസ് ആണ്. ഒന്ന് പാർട്ട് ടൈം ജോലിക്ക് ആളെ വേണം, മറ്റത് വീട്ടിലിരുന്ന് സമ്പാദിക്കാം എന്ന് പറഞ്ഞ്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്. മുൻപ് ഇത് പോസ്റ്ററായിട്ടാണ് വന്നിരുന്നതെങ്കിൽ ഇപ്പം ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ, അതായത് വാട്സപ്പ്, ടെലിഗ്രാം, ഇൻസ്റ്റഗ്രാമിലെല്ലാം ഇതിപ്പം ഇതിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷൻ വന്നിട്ടുണ്ട്. ദിവസേന ആയിരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വ്യാജ പരസ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. അതിന് പിന്നിലൊരു സംഘടിത തട്ടിപ്പ് സംഘങ്ങളുടെ തന്ത്രങ്ങളുണ്ട്. വ്യക്തിഗത വിവരങ്ങളും പണവും കവർന്നെടുക്കുന്ന ഇത്തരം കെണികളെക്കുറിച്ച് കേരള പോലീസ് തന്നെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ ഡിജിറ്റൽ ചതികളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും ജാഗ്രത പാലിക്കേണ്ടതും ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്ന് കേരളത്തിൽ വീട്ടിലിരുന്ന് എളുപ്പത്തിൽ പണം ഉണ്ടാക്കാമെന്ന മോഹന വാഗ്ദാനവുമായി സ്ത്രീകളെ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ കൂടുകയാണ്. ദിവസേന ആയിരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വ്യാജ പാർട്ട് ടൈം ജോലികൾ വാട്സപ്പിലൂടെയും ടെലിഗ്രാമിലൂടെയും നിങ്ങളെ തേടി എത്തുന്നുണ്ടെങ്കിൽ അതൊരു ചുവപ്പ് സിഗ്നലാണെന്ന് ഓർത്തോളൂ. വീട്ടിലിരുന്ന് ചെയ്യാവുന്ന പാർട്ട് ടൈം ജോലി, ദിവസേന 1000 മുതൽ 5000 രൂപ വരെ വരുമാനം, എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ തുടങ്ങിയ ആകർഷകമായ വാഗ്ദാനങ്ങളാണ് തട്ടിപ്പുകാർ പ്രധാനമായും ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ, ടെലിഗ്രാം, വാട്സപ്പ് തുടങ്ങിയ വഴിയാണ് തട്ടിപ്പുകാർ ഇരകളെ സമീപിക്കുന്നത്. ഈ കെണിയിൽ വീഴുന്നവരിൽ പലരും പ്രത്യേകിച്ച് സാമ്പത്തിക സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് കൂടുതൽ. പണം നഷ്ടപ്പെട്ടാൽ പരാതിപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുന്ന രീതികളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പുകാർ പ്രധാനമായിട്ടും ചൂഷണം ചെയ്യുന്നത് സ്വന്തമായിട്ടൊരു ജോലിയും വരുമാനവും ഒക്കെ ആഗ്രഹിക്കുന്നവരെയാണ്. ഇന്നത്തെ കാലത്ത് സ്വന്തമായി ജോലിയും വരുമാനവും ആഗ്രഹിക്കാത്ത സ്ത്രീകൾ വളരെ കുറവാണ്. ഇത് തന്നെയാണ് അവർ ഉന്നം വെക്കുന്നത്. ഇത് തട്ടിപ്പിന്റെ ഒരു വേർഷൻ. ഇനി വേറൊരു തട്ടിപ്പുണ്ട്. അതായത് ചെറിയ രീതിയിൽ പണം നിക്ഷേപിച്ച് വലിയ നേട്ടം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് സമീപിക്കുന്നവരാണ് ഇതിന്റെ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നവർ. നിക്ഷേപിക്കുന്ന പണം ഇരട്ടിപ്പിക്കാമെന്ന തട്ടിപ്പുകാരുടെ വാഗ്ദാനങ്ങളിൽ വീണ് സ്വന്തം അധ്വാനം നഷ്ടപ്പെടുത്തുന്നതിന് പുറമെ ഭീഷണികളും ചൂഷണങ്ങളും ഇത്തരത്തിലുള്ളവരും നേരിടേണ്ടി വരുന്നുണ്ട്. ആദ്യം ചെറിയ തുക നൽകിക്കൊണ്ട് വിശ്വാസം നേടിയെടുക്കുകയും തുടർന്ന് കൂടുതൽ വരുമാനം വാഗ്ദാനം ചെയ്ത് വലിയ തുക നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയുമാണ് ഇവരുടെ രീതി. പലപ്പോഴും ഒരു വെബ്സൈറ്റിൽ ചില ടാസ്കുകൾ നൽകി അതിലൂടെ താൽക്കാലികമായി വരുമാനം കാണിക്കുകയും ചെയ്യും. നിക്ഷേപം കൂടുന്നതിനനുസരിച്ച് തുക പിൻവലിക്കാൻ കഴിയാതെ അവസ്ഥ വരും. ഇതോടെയാണ് തട്ടിപ്പാണെന്ന് പലർക്കും ബോധ്യപ്പെടുന്നത്. യാതൊരു മുതൽ മുടക്കുമില്ലാതെ വൻ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഇത്തരം ലിങ്കുകളിലും സന്ദേശങ്ങളിലും വിശ്വാസം അർപ്പിക്കരുത്. ബാങ്ക് വിവരങ്ങളോ സ്വകാര്യ വിവരങ്ങളോ യാതൊരു കാരണവശാലും കൈമാറരുത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്തരം കെണികളിൽ വീഴുന്നവർ ഉടൻ തന്നെ സൈബർ സെല്ലിലോ പോലീസിലോ പരാതി നൽകണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓൺലൈൻ തൊഴിൽ വാഗ്ദാനങ്ങളുടെ മറവിൽ അരങ്ങേറുന്ന ഈ സംഘടിത സാമ്പത്തിക തട്ടിപ്പുകൾ ഡിജിറ്റൽ യുഗത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ വെല്ലുവിളികളായി മാറുകയാണ്. എളുപ്പത്തിൽ പണമുണ്ടാക്കാമെന്ന മനുഷ്യന്റെ അത്യാഗ്രഹത്തെ മുതലെടുക്കുന്ന തട്ടിപ്പുകാർ സ്ത്രീകളെയും നിസ്സഹായരായ സാധാരണക്കാരെയും തന്ത്രങ്ങളിലൂടെ നിക്ഷേപത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. വലിയ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന വ്യാജ വെബ്സൈറ്റുകളും ലിങ്കുകളും കാണുമ്പോൾ സംശയം തോന്നുക എന്നതാണ് ഇത്തരം കെണികളിൽ വീഴാതിരിക്കാനുള്ള ഏക പോംവഴി. വ്യക്തിഗത വിവരങ്ങളോ പണമോ ആവശ്യപ്പെടുന്ന ഉറവിടമില്ലാത്ത എല്ലാ ഓൺലൈൻ വാഗ്ദാനങ്ങളും തള്ളിക്കളയണം. കഷ്ടപ്പെടാതെ ലഭിക്കുന്ന പണത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ സമ്പാദ്യം കവർന്നെടുക്കാനുള്ള ചതി മാത്രമായിരിക്കും. പോലീസ് മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുത്ത് ഡിജിറ്റൽ ലോകത്ത് ഓരോ ചുവടും അതീവ ജാഗ്രതയോടെ വെക്കുക. സൂക്ഷിച്ചില്ലെങ്കിൽ കയ്യിലെ പണമെല്ലാം നഷ്ടപ്പെടും. കാരണം തട്ടിപ്പും വെട്ടിപ്പും ഇന്ന് തുടർക്കഥയാവുകയാണ്. മിനിറ്റും സെക്കൻഡും വെച്ചാണ് ഓരോ പുതിയ രീതിയിലുള്ള തട്ടിപ്പും വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പാർട്ട് ടൈം ജോലി എന്ന രീതിയിലാണ് തട്ടിപ്പുകാർ നിങ്ങളെ സമീപിക്കുന്നതെങ്കിൽ നാളെ അവർ പുതിയ രൂപത്തിലും ഭാവത്തിലും ആയിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത്. അതുകൊണ്ട് ജാഗ്രതയോടെ കരുതിയിരിക്കുക. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.